വെളിപാട് 18-ാം അധ്യായം. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ്സുകൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും സകല അശുദ്ധാരൂപികളുടെയും അശുദ്ധമായ പക്ഷികളുടെയും അശുദ്ധവും ബീഭത്സവുമായ സകല മൃഗങ്ങളുടെയും താവളവുമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി ഭൂമിയിലെ വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം പറയുന്നത് ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകാതിരിക്കാനും അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടാതിരിക്കാനും അവളിൽ നിന്ന് ഓടിയകലുവിൻ. എന്തെന്നാൽ അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്ത പോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവിധം ഇരട്ടിയായി നൽകുവിൻ. അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടിയായി കലർത്തിക്കൊടുക്കുവിൻ. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും വിലാപവും അവൾക്ക് നൽകുവിൻ. എന്തെന്നാൽ അവൾ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, ഞാൻ വിലാപം ഒരിക്കലും കാണുകയുമില്ല. തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും, മരണവും വിലാപവും ക്ഷാമവും. അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. അവളുമായി വ്യഭിചാരം ചെയ്യുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയെരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം, കഷ്ടം, മഹാനഗരമേ, സുശക്ത നഗരമായ ബാബിലോൺ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ വിധി വന്നുകഴിഞ്ഞു. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ, മുത്തുകൾ, മൃദുലവസ്ത്രം, ധൂമ്രവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ പലതരം വസ്തുക്കൾ, വിലയേറിയ തടി, പിത്തള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേർത്തമാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകൾ, അതായത് മനുഷ്യാത്മാക്കൾ. നിന്റെ ആത്മാഭിലാഷത്തിൻ്റെ കനി നിന്നിൽ നിന്ന് അകന്നുപോയി. ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു. അവയൊന്നും ഇനി ഒരിക്കലും അവർ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായി തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ കരഞ്ഞും വിലപിച്ചും അകലെ നിൽക്കും. മൃദുലവസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും വിലയേറിയ കല്ലുകളും മുത്തുകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം, കഷ്ടം. എന്തെന്നാൽ 1 മണിക്കൂർ കൊണ്ട് ആ സമ്പത്ത് മുഴുവനും ശൂന്യമാക്കപ്പെട്ടു. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ നിന്നു. അവൾ കത്തിയെരിയുന്ന പുക കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട്? അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ, കഷ്ടം, കഷ്ടം. കടലിൽ കപ്പലുകളുള്ളവരെല്ലാം അവളുടെ സമൃദ്ധി കൊണ്ട് സമ്പന്നരായി. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് അവൾ ശൂന്യയാക്കപ്പെട്ടു. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി
അവൾക്കെതിരെ വിധി നടത്തിക്കഴിഞ്ഞു. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്കെറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല. കിന്നരം മിട്ടുന്നവരുടെയും ഗായകരുടെയും കുഴലൂത്തുകാരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് കേൾക്കപ്പെടുകയുമില്ല. വിളക്കിൻ്റെ വെളിച്ചം ഇനിയൊരിക്കലും നിന്നിൽ തെളിയുകയില്ല. വധൂവരന്മാരുടെ സ്വരം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളും വഞ്ചിതരായി. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു.